അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി നമ്മുടെ ഹംഗ്രി മൃണാലേട്ടനെ കുറിച്ചാണ്. മൃണാലേട്ടൻ്റെ കുറേ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വീഡിയോസ് നമ്മൾ കണ്ടിരുന്നു. 2-3 ദിവസമായിട്ട് ഒരുപാട് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് വീഡിയോസ് വരുന്നുണ്ട്. പാലിനെ കുറിച്ചുള്ള അവയർനെസ്, ലാക്ടോസ് ഇൻടോളറൻസ്, ബൺമസ്കിയുടെ അപകടം, അതുപോലെ തന്നെ ആളുടെ റെസ്റ്റോറൻറ്റിൻ്റെ ക്വാളിറ്റി എല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഒരുപാട് വീഡിയോസ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ പറയാമല്ലോ, ഫസ്റ്റ് വീഡിയോ ബൺമസ്കയാണ് പ്രശ്നം. ബൺമസ്ക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നില്ലേ നാട്ടിൽ, ആ ബൺമസ്കിനെ കുറിച്ചാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള ഇഷ്യൂ. അതായത് ഇപ്പം നിലവിൽ നാട്ടിൽ ഉപയോഗിക്കുന്ന ബൺമസ്കിൽ പ്യുവർ ബട്ടറല്ല, മാർഗറിൻ എന്ന് പറയുന്ന കെമിക്കലായിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ കൊണ്ടുണ്ടാക്കിയ ഒരു ബട്ടർ സപ്ലിമെൻ്റ് ആണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അത് ബട്ടർ പോലെയല്ല, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, വളരെ ചീപ്പാണ്, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും. ഹി മൈറ്റ് ബി നോയിങ് ദാറ്റ് ബെറ്റർ. അത് ചിലപ്പോൾ അങ്ങനെ തന്നെ ആവാം. ഓക്കെ, അത് പോയിൻ്റ് സോൾവ്. പക്ഷെ അതല്ല, മൂപ്പരുടെ ഹിപ്പോക്രസി വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ, ഇതേ ഫാക്ടർ തന്നെ ആളെടുത്തിട്ട് പണ്ടൊരു 50 രൂപയുടെ ഷവർമേനെ പ്രൊമോട്ട് ചെയ്തിരുന്നു. പണ്ടാൾ ഈ മൃണാൽസ് ബ്ലോഗ് യൂട്യൂബ് ചാനലിൽ ഫുഡ് റിവ്യൂസൊക്കെ ഇടുന്ന സമയത്ത് 50 രൂപയുടെ ഷവർമേനെ പ്രൊമോട്ട് ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിരുന്നു. അത് അന്ന് ഒരു 2 ഇയേഴ്സിന് മുമ്പായിട്ട് അത് ഭയങ്കര പിന്നീടും വൈറലായി ഒരുപാട് കോൺട്രവേഴ്സി ഉണ്ടാവുകയും ചെയ്തു. അതിനാൾ വേറെ കുറേ ന്യായീകരണങ്ങളെ കൊണ്ട് ഇറങ്ങിയിരുന്നു. ശരി, അത് വിടും. ഇതിൻ്റെ ഇടയ്ക്കൂടെ ആൾ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് സ്വന്തം റെസ്റ്റോറൻറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ, ഞങ്ങളുടെ അവിടെ നല്ല വെളിച്ചെണ്ണയാണ്, ബാക്കിയുള്ളവിടെ നല്ല വെളിച്ചെണ്ണയല്ല, ഞങ്ങളുടെ അവിടെ യൂസ് ചെയ്ത് മിച്ചം വരുന്ന വെളിച്ചെണ്ണ ഞങ്ങൾ ബയോഫ്യൂവലിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് കൊണ്ടുവന്ന ചേട്ടൻ വന്ന് ഹോട്ടലിലെ ഷെഫിനോട് പറയുമത്രേ, ഇത് വേറെ ഹോട്ടലുകാർ ഞങ്ങളുടെ അവിടെ നിന്നാണ് എടുക്കുന്നതെന്ന്. ഇതൊക്കെ ഉള്ളതാണോ എന്നറിയില്ല. പക്ഷേ ഇതെല്ലാം ഈ ഒരു കോണ്ടക്സ്റ്റിൽ പറയുന്നത് എന്താവശ്യത്തിനാണെന്ന് അറിയില്ല, ജസ്റ്റ് പ്രൊമോഷന് വേണ്ടി ആവാം. ആൻഡ് വേറൊരു കാര്യം കൂടി, മിൽക്കിൻ്റെ ഇൻടോളറൻസ്, ലാക്ടോസ് ഇൻടോളറൻസ്. ആൾ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഒരു 30% ആൾക്കാർക്ക് മാത്രമേ ലാക്ടോസ് ടോളറൻസ് ഉള്ളൂ. അതായത് പാല് ദഹിപ്പിക്കാനുള്ള കഴിവുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും ലാക്ടോസ് ടോളറൻസ് ഇല്ല, അല്ലെങ്കിൽ ഫുള്ളി ഡൈജസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നാണ് പറയുന്നത്, അതായത് ഗട്ടിന്. അപ്പോൾ മൂപ്പരുടെ ഷോപ്പിൽ ചായ, കോഫി, മിൽക്ക് ഷേക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഈ പറയുന്ന 30% കൂടുതലും ഹരിയാന, പഞ്ചാബ്, നോർത്തേൺ റീജിയൻസിലുള്ള സ്റ്റേറ്റ്സാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഇത്ര സാധാരണക്കാരൻ്റെ ഹെൽത്തും പൈസയും ഹെൽത്ത് കോൺഷ്യസ്നെസ്സും സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും എല്ലാം കൺസിഡർ ചെയ്യുന്ന ചേട്ടൻ എന്തിനാണ് ഇങ്ങനെ ഈ ആൾക്കാരുടെ ഗട്ട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ചായ, കോഫി, മിൽക്ക് ഷേക്ക് പോലുള്ള സാധനങ്ങൾ സ്വന്തം റെസ്റ്റോറൻറ്റ് സെർവ് ചെയ്യുന്നതെന്ന് മനസ്സിലായില്ല. അതും കൂടി ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു. എന്തായാലും ഇന്നത്തേക്ക് ഇത് മതി. ഓക്കെ, ബൈ.